കണ്ടന്റ് ക്രിയേഷൻ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ നെഗറ്റിവിറ്റി ഹാൻഡിൽ ചെയ്യാം. നമ്മളെ വീഡിയോ ഇടുമ്പോൾ നമ്മുടെ കമന്റിനകത്ത് 2-3 നെഗറ്റീവ്സ് വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമാണ് ഈ നെഗറ്റിവിറ്റി വരണേ. നോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഒരു കണ്ടന്റ്സ് എപ്പോഴാണോ റീച്ച് ആവുന്നത്, ആൾക്കാരിലോട്ട് കുറച്ചുകൂടി എത്തുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ, ആ ഒരു അൽഗോരിതം അത് പബ്ലിക്കിലോട്ട് ആ ഒരു വീഡിയോന് പുഷ് ചെയ്ത് അത് ആൾക്കാരിലോട്ട് എത്തി അത് നോർമലി കിട്ടുന്ന ഒരു 1000, 2000, 3000 വ്യൂസ് 10K, 20K, 30K, 40K, 50K വ്യൂസിലൂടെ പോണ സമയത്ത് അതിപ്പോ എത്ര നല്ല വീഡിയോ ആയിക്കോട്ടെ അല്ലാത്ത വീഡിയോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ആ 3000, 4000 വ്യൂസിൽ വരാത്ത നെഗറ്റീവ് കമന്റ്സ് ആ 50,000-ലും ആ 100K-ലൊക്കെ എന്ത് ചെയ്യും, അവിടെ നെഗറ്റീവ് കമന്റ്സ് വരാൻ തുടങ്ങും. ദാറ്റ് ഫോർ ഷുവർ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീഡിയോ റീച്ച് ആയി 50K, 20K, 30K അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ കുറച്ച് നല്ല നല്ല രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് ഹേറ്റേഴ്സ് ഡെഫിനറ്റ്ലി വരും. നമ്മുടെ എത്ര നല്ല വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അവര് നമ്മൾ അവരെ കുറ്റമായിട്ടൊന്നും പറയുന്നുണ്ടാവില്ലായിരിക്കും, എന്താ പറയാ എന്താ എഗെയിൻസ്റ്റ് ആയിട്ട് ഒന്നും നമ്മൾ വീടിനകത്ത് പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും. ബട്ട് എനി ഹൗ, അതായത് ഒരാളിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല എന്ന് പറയില്ലേ. ഇപ്പൊ എന്റെ വീടിനകത്ത് റിസെന്റ് വന്നൊരു കമന്റ് ആണ്, അതിനെ കൈ ഇങ്ങനെ ഒരു സംസാരിക്കുന്നത് എനിക്ക് അറിയില്ല, അതിന് ഓട്ടോമാറ്റിക്കലി എന്റെ ഒരു വേ ഓഫ് ആക്ഷൻ ആണോ അല്ല എന്താണെന്ന് എനിക്ക് അറിയില്ല, എനിക്കൊരു ഹാൻഡ് ജെസ്റ്റർ വരുന്നുണ്ട്. ഇനി ചില ആൾക്കാർക്ക് ഞാൻ നെയിൽ പോളിഷ് ഇട്ട് എന്താണ് ഇഷ്യൂ, ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും ഒരാളിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാന്നില്ല. അപ്പൊ പറ്റാത്ത സാഹചര്യത്തിൽ ഒന്നിരിക്കും നമ്മളൊന്ന് കുത്തി വേദനിപ്പിക്കാനായിരിക്കാം, അല്ലെങ്കിൽ കെട്ടക്കെട്ട് ഒന്ന് മനസ്സിൽ എന്തെങ്കിലും കുറച്ച് എന്താ പറയാ നെഗറ്റീവായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കാം അവർക്കൊരു മനസ്സുഖം. അങ്ങനെ ഒരു 2 നെഗറ്റീവ് കമന്റ് എഴുതി ഇടുന്ന സമയത്ത് ഓക്കെ ഞാൻ കാരണം ഒരു വിഷമിക്കുകയാണെങ്കിൽ വിഷമിച്ചോട്ടെ, ഒന്ന് കൊള്ളുകയാണെങ്കിൽ ഒന്ന് കൊണ്ടോട്ടെ എന്ന ലെവലിൽ ഇടുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, ഞാൻ കണ്ടിന്യൂസ് ആയി പോകുന്ന സമയത്ത് അവിടെ കുറച്ച് ഹേറ്റേഴ്സ് വരുന്നത് കോമൺ ആണ്. ഇത് ഇപ്പൊ എന്റെ മാത്രമല്ല, നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും അത്യാവശ്യം വീഡിയോ നല്ല രീതിയിൽ എന്റെ ഒന്നും എവിടെ എത്തിയിട്ടില്ല അല്ലെ, സ്റ്റിൽ അതുകൊണ്ട് തന്നെ ആ ലെവലിലുള്ള നെഗറ്റിവിറ്റിയേ ഉള്ളൂ. അപ്പൊ അതുപോലും ചില സമയത്ത് എനിക്ക് നോർമൽ ആയിട്ട് സമയത്ത് ഞാൻ ഇഗ്നോർ ചെയ്ത് വിടലുണ്ട്. എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഞാൻ വിചാരിക്കുന്നത് ഒരു ദിവസം ഞാനും എന്തായാലും വരയ്ക്കും, ആ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളും എന്തായാലും വരയ്ക്കും. ലൈക്ക് നോ വൺ ഈസ് ഗോയിങ് ടു എക്സിസ്റ്റ് ഇൻ ദിസ് വേൾഡ് ഫോർ എവർ. സോ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നു, ആ വ്യക്തി അവിടെ ഇട്ടിട്ട് പൊക്കോട്ടെ എന്ന രീതിയിൽ ഞാൻ ഇഗ്നോർ ചെയ്ത് വിടലാണ് പതിവ്. പക്ഷെ എനിക്ക് പ്രാന്തായിരിക്കുന്ന ചില സമയത്താണ് ഇങ്ങനത്തെ നെഗറ്റീവ് കമന്റ്സ്, അതായത് ഇപ്പൊ എക്സാമ്പിൾ എനിക്ക് പീരീഡ്സ് ആയിരിക്കുന്ന ടൈം ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഒന്നുമില്ല, സാധാരണ വീട്ടിലാണെങ്കിൽ പോലും തൊട്ടേ വീണ്ടും ദേഷ്യം വരും, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവുന്ന ടൈമൊക്കെ ഉണ്ടാകും. സോ ഞാൻ പ്രസന്റ് ഐ വാസ് ഇൻ മൈ പീരീഡ്സ് ആൻഡ് ഇന്നലെ പോയിട്ട് എങ്ങനെ എന്തോ ഒരു കമന്റ് കണ്ടു, എനിക്കവിടെ ദേഷ്യം വന്നു പൊളിഞ്ഞു. ഞാൻ പെട്ടെന്ന് അത് ബ്ലോക്ക് ചെയ്തിട്ട് അത് ജസ്റ്റ് ലീവ് ചെയ്തിട്ട്, അപ്പൊ എന്നാലും എന്താ പറയാ മാക്സിമം ഞാൻ റിയാക്ട് ചെയ്യുന്നത് കമ്മിയാണ്. ചെറുതൊക്കെയാണെങ്കിൽ അവോയ്ഡ് ചെയ്ത് വിടും, പിന്നെ എനിക്ക് പ്രാന്താണ് ഞാൻ ബ്ലോക്ക് ചെയ്ത് വിടും. എന്താ പറയാ ഹൈഡ് ഫ്രം യൂസർ നിങ്ങൾ ചെയ്ത് വിടാം, യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും. സോ കണ്ടന്റ് ക്രിയേഷൻ റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റിവിറ്റി വരും, അത് അക്സെപ്റ്റ് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് 10K വരുന്ന പോലെ ആയിരിക്കും 100K 50K വരിക, 50K വരുന്ന പോലെ 100K വരിക. എത്രത്തോളം ആൾക്കാരോട് എത്തുന്നു അത്രത്തോളം നമുക്കൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ഹേറ്റേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് വരാനുള്ള ചാൻസ് കൂടുതൽ തന്നെയാണ്. കാരണം ഇത്രയേ ഉള്ളൂ, ഒരാളിനെ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. ഇഷ്ടമല്ലാത്തതിന് അവനവന് അവന്റേതായിട്ടുള്ള കാരണമുണ്ട്. ഇപ്പൊ എന്റെ ഹാൻഡ് ജസ്റ്റർ കൊണ്ട് എന്താണ് ആ വ്യക്തിക്ക് ഇത്ര ബുദ്ധിമുട്ട്, അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയാൽ പോരെ. പക്ഷെ ആ വ്യക്തിക്ക് അവിടെ നെഗറ്റീവായിട്ട് ഇടണം, ഒരു കമന്റ് ഇടണം, ഒന്ന് വേദനിപ്പിക്കണം എന്ന ലെവലിൽ ഇടുന്നത് ഇടും. അപ്പൊ നമ്മള് എന്താ പറയാ അവര് പറയുന്ന കേട്ടിട്ട് നമ്മുടെ ഫുള്ള് 2 ചോയ്സ് ആണ്. ഒന്നില്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന നിർത്തിയിട്ട് ഞാൻ എന്റെ പാട് നോക്കിപ്പോ, അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്റെ ഫൈനാൻഷ്യൽ കാര്യങ്ങളും ഇവർ വന്ന് നോക്കാൻ പോകുന്നില്ല, നഷ്ടം എനിക്ക് മാത്രമാണ്. ഈ ഇടുന്ന വ്യക്തി 2 ദിവസം ഇടും, ചിലപ്പോൾ 10 ദിവസം ഇടുന്നവർ ഇട്ടിട്ട് പോയിക്കോട്ടെ, അവരുടെ ടൈം അവിടെ പോകുന്നേ ഉള്ളൂ. അതേസമയം ആ വ്യക്തി ഇടുന്നു ഒരു നെഗറ്റീവ് കമന്റ് ഇട്ടു, അല്ലെങ്കിൽ 2-3 നെഗറ്റീവ് കമന്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടുന്ന കാര്യം നിർത്തി പോയി കഴിഞ്ഞാൽ എനിക്ക് എവിടെയാണോ എത്തേണ്ടത് ഞാനവിടെ എത്തൂല്ല. ഞാൻ അവര് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നെഗറ്റീവ് അടിച്ചിരിക്കും ചെയ്യും, എനിക്ക് മാത്രമാണ് ലോസ് വരണേ. സോ മറ്റുള്ളവര് നെഗറ്റീവ് കമന്റ്സ് ഇട്ടോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും പറ്റില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വിടാം, റിമൂവ് ചെയ്ത് വിടാം, റിപ്പോർട്ട് ചെയ്ത് വിടാം, അല്ലാത്ത പക്ഷം ഇഗ്നോർ ചെയ്ത് വിടാം. ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ പ്രാന്താണെങ്കിൽ ജസ്റ്റ് ബ്ലോക്ക് ചെയ്ത് വിടാം. ആൻഡ് നമ്മൾ നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്യുക. അത് വരുന്നുള്ള കാര്യം ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി പ്രിപ്പയർ ആയിരിക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ. ആൻഡ് ആ ഒരു രീതിയിൽ നെഗറ്റീവ് കമന്റ്സിനൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇപ്പൊ എവിടെയാണെന്നുണ്ടെങ്കിലും. സോ ഐ നോ ദാറ്റ് ഇനി ഫെർദർ പോകുന്ന സമയത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, ചിലപ്പോൾ വരാതിരിക്കാൻ ഡിപ്പെൻസ്. വന്നു കഴിഞ്ഞാൽ അതിന് ഈ ഒരു രീതിയിൽ ഹാൻഡിൽ ചെയ്യാന്നാണ് എന്നോട് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഓൾസോ ഫോളോ ദാറ്റ് ഇൻ ലൈഫ് ഓൾസോ. നെഗറ്റീവ് കമന്റ്സ് വിൽ കം. അതിന്റെ റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു വ്യക്തിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ ചില പ്രത്യേകിച്ച് കാരണങ്ങളും ഇല്ല. സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തി എന്നെ പേഴ്സണൽ ആയിട്ട് അറിഞ്ഞിട്ടോ ഞാൻ ആരാണ് എന്താണെന്നൊന്നും അറിഞ്ഞിട്ടില്ല, നെഗറ്റീവ് കമന്റ് ഇടുകയാണ് അല്ലെ, എന്നെ അറിയാത്ത ഒരാളായിരിക്കും അവിടെ ഇടുന്നതാവാം. സോ നമ്മുടെ ലൈഫിലായിക്കോട്ടെ വെളിയിൽ നിന്ന് ജഡ്ജ് ചെയ്ത അവള് ഭയങ്കര അഹങ്കാരി, അവള് വലിയ പല കാര്യം ഒരു ജഡ്ജ്മെന്റ് ആയിരിക്കും. ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തതിന് കാരണം ഡ്രസ്സിങ് ആയിരിക്കും ഇഷ്ടപ്പെടാത്തതിന് കാരണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കാരണമില്ലാതെ ഇഷ്ടപ്പെടാതിരിക്കുന്നവരും ഉണ്ടാവും. സോ വെളിയിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സർക്കിളിന്റെ ഇടയിൽ പോകുമ്പോഴായിക്കോട്ടെ എന്തെങ്കിലും ഒരാൾ ഞാൻ നെഗറ്റീവ് പറഞ്ഞു, എന്തിനേക്കാൾ രസമില്ലല്ലോ നെഗറ്റീവ് ചെറിയൊരു ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ പോലും അത് അവരുടെ പെർസ്പെക്ഷൻ ആണ്. ഓക്കെ, അവര് പറയുന്നത് സത്യമാവണം എന്നില്ലല്ലോ. അപ്പൊ അവര് പറയാണ് നിങ്ങൾക്കാണ് ഒരു ഭംഗിയില്ല, അത് അവരുടെ ഒരു ഒപ്പീനിയൻ ആണ്. അതിനർത്ഥം നിങ്ങൾ ഭംഗിയില്ല എന്നല്ല, നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ എല്ലാവർക്കും അവരുടേതായിട്ട് ഭംഗിയുണ്ടല്ലേ. അത് എക്സാമ്പിൾ മാത്രമായിട്ട് പറഞ്ഞത്. ഇപ്പൊ എന്താ പറയാ അതിന്റെ മുടി കാണാൻ ഒരു രസമില്ല, അത് അവരുടെ ഒപ്പീനിയൻ ആണ്, അത് ട്രൂത്ത് ഒന്നും അല്ലല്ലോ. സോ പറയുന്നവര് പറഞ്ഞോട്ടെ, ശരിയാണ്, ആ ഒരു ടൈമിൽ ഹേർട്ട് ആവും, അപ്പൊ തന്നെ നമ്മൾ റിമൈൻഡ് ചെയ്യാൻ അവരുടെ ഒപ്പീനിയൻ ആണ്.
ദാറ്റ് വാസ് നോട്ട് ദ ട്രൂത്ത്. അക്കോർഡിംഗ് ടു മീ ഐ എം ബ്യൂട്ടിഫുൾ. ലൈക്ക് ആ ഒരു രീതിയിൽ തിങ്ക് ചെയ്യാൻ നോക്കുക. അതേപോലെ വേറെ എന്തൊരു നെഗറ്റിവിറ്റി ആയിക്കോട്ടെ, ലെറ്റ് ദം സ്പീക്ക്. 4 പേര് 4 വർത്തമാനം പറയുന്നെ ചെയ്യും. നമ്മൾ എന്തൊക്കെ ആരുടെയൊക്കെ വായ മൂടിക്കെട്ടാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അവർ പറയുന്നെ ചെയ്യും. എത്ര കാലം പറയും? പീപ്പിൾസ് വേർഡ്സ് ഓർ ഒപ്പീനിയൻസ്, വാട്ട് എവർ ദേ ആർ സെയിങ്, ഇറ്റ്സ് ജസ്റ്റ് പവർലെസ് അൺടിൽ യു റിയാക്ട്. നമ്മളൊരു റിയാക്ഷൻ കൊടുക്കാത്തത്തോളം കാലം അതിനൊന്നിനും ഒരു പവർ ഇല്ല. അതേസമയം നമ്മുടെ റിയാക്ഷൻ ആണ് അതിന് വാല്യൂ കൊടുക്കുന്നതും പവർ കൊടുക്കുന്നതും. ജസ്റ്റ് ട്രൈ ടു ഇഗ്നോർ ഇറ്റ്. സംടൈം ഇറ്റ്സ് ഹാർഡ്, ഐ നോ. എനിക്കും പ്രാന്താവലുണ്ട്. ബ്ലോക്ക് ഇറ്റ്. അല്ലാതെ അങ്ങനെ നോർമലി ഉള്ള സർക്കിൾ, അങ്ങനത്തെ ആൾക്കാരുമായിട്ടുള്ള കമ്പനി അവോയ്ഡ് ചെയ്യാം. ഇങ്ങനെ ആ ഒരു സർക്കിളിൽ പോവാതിരിക്കാം. ഫാമിലി ആയിക്കോട്ടെ, ചെറിയ ചെറിയ രീതിയിൽ നമ്മളെ കളിയാക്കുന്ന പോലെ ആവണമെന്നില്ല ചിലപ്പോൾ വെളിയിൽ എല്ലാവരും നമ്മൾ ആ ഒരു രീതിയിൽ പറയുന്ന സമയത്ത്, റൈറ്റ്? അതേപോലെ തന്നെ പല നെഗറ്റിവിറ്റീസും ഇൻ പേഴ്സണൽ ലൈഫ്, ഇൻ പ്രൊഫഷണൽ ലൈഫ്, ഇൻ സോഷ്യൽ മീഡിയ, എസ്പെഷ്യലി ദോസ് ഹു ആർ ഇൻ സോഷ്യൽ മീഡിയ, ദേ നോ ദാറ്റ് ക്രിറ്റിസിസം ഈസ് അനദർ പാർട്ട്. നമ്മൾ പലരെയും കണ്ടുണ്ടാവും, ഒരുപാട് പേര് ബുള്ളി ചെയ്തിട്ട് ഒരു സൂസൈഡ് ചെയ്യുന്ന ആൾക്കാരെ, ക്രിയേറ്റേഴ്സ് തന്നെ. സോ അങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എന്തും മനസ്സുഖം കിട്ടണമെന്ന് എനിക്ക് അറിയില്ല. ബട്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ഇടുന്നൊരു കാറ്റഗറി ഉണ്ടാവും. പക്ഷെ അവരെ സംബന്ധിച്ചോ അവരുടെ ലൈഫ് അത്രയും അവർ ഇൻസെക്യൂർഡ് ആയിരിക്കും അവരുടെ ലൈഫിൽ, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന എന്തോ ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിയെന്ന് അവർ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അതായത് ഇപ്പൊ എക്സാമ്പിൾ എന്താ പറയാ, എനിക്കിപ്പോ നല്ല ഹെയർ ഇഷ്ടമാണ്, ഓക്കെ. അപ്പോ ഇപ്പൊ സപ്പോസ് പക്ഷെ എനിക്ക് ഹെയർ ഇല്ല, ഞാൻ പക്ഷെ ഒരു നല്ല ഹെയർ ആയിട്ട് നല്ല റെഡി ആയിട്ട് ഒരു ആളിനെ കാണുവാണ്. ഞാൻ പറയും, ഓ ആളുടെ അത്ര രസമൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് എനിക്കത് ആഗ്രഹമുണ്ട് അത്രയും നല്ല ലെവലിലെ ഹെയർ വേണമെന്നും ആ ഒരു രീതി. പക്ഷെ എനിക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ഉള്ളവനെ കാണുമ്പോൾ എന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അതെനിക്ക് എന്താ പറയാ, ആ ഒരു ഇൻസെക്യൂരിറ്റി കാരണം വരണതാണെന്ന് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ എന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് അതുകൊണ്ടായിരിക്കും, ഓ എനിക്കത് അവിടെ നിന്ന് അത്ര ഇതില്ല, ആ ഒരു രീതിയിലൊരു ആറ്റിറ്റ്യൂഡ്, മനസ്സിലായോ? സോ അങ്ങനെ ഇടുന്നവരുടെ ലൈഫിൽ പല 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 കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. അവർക്ക് പല ട്രോമ ഉണ്ടാവുക, അവർ അങ്ങനെ ചെയ്യുന്നുണ്ടാവുക, ഐ ഡോണ്ട് നോ. ബട്ട് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അവർ അവരുടെ ലൈഫിനെ തന്നെയാണ് ആ ഒരു നെഗറ്റീവ് കമന്റ്സിലൂടെ നെഗറ്റീവ് കുറച്ചുകൂടി ആയിക്കൊണ്ടിരിക്കുന്നത്. ലിറ്ററലി നമ്മുടെ വായിന്ന് വരുന്ന വേർഡ്സ് ഉണ്ടല്ലോ, നമ്മളെ കുറിച്ചായിക്കോട്ടെ മറ്റുള്ളവരെ കുറിച്ചായിക്കോട്ടെ, അത് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് ആവുക തന്നെ ചെയ്യും. അത് എത്രത്തോളം പോസിറ്റീവ് ആണോ അത് എത്രത്തോളം നമ്മുടെ ലൈഫിൽ പോസിറ്റീവ് ആക്കത്തേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ട് പോയി ചെക്ക് ചെയ്ത് നോക്കുക. ബിക്കോസ് വേർഡ്സ് ഹാവ് പവർ, വേർഡ്സ് ഹാവ് എനർജി, വേർഡ്സ് ഹാവ് ഫ്രീക്വൻസി. അതുപോലെ ടൈപ്പ് ആയിക്കോട്ടെ, യൂണിവേഴ്സിനും ഇതിനൊന്നും ലാംഗ്വേജ് ഒന്നും അറിയത്തില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് വാട്ട് വി ആർ തിങ്കിങ് അബൌട്ട് സംതിങ് ഓർ സംവൺ, അബൌട്ട് അവർ സെൽഫ്, ലൈക്ക് വാട്ട് വി ആർ റൈറ്റിംഗ്. എന്താണ് നമ്മൾ വായിന്ന് വരുന്നത്, എന്താണ് നമ്മുടെ മൈൻഡിൽ നടക്കുന്നത്. എൻവി ആണ്, ജലസി ആണ്, നെഗറ്റിവിറ്റി ആണ്, കമ്പാരിഷൻ ആണ്, ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫ്. ആ ഒരു രീതിയിലാണ് നെഗറ്റീവ് ആസ്പെക്ട്സിൽ അങ്ങോട്ട് നമ്മൾ ജീവിച്ച് തീർക്കും. അതല്ല, പോസിറ്റീവ് ആണ്, കാമാണ്, നമ്മളെ മാത്രം സെൽഫ് ഫോക്കസ്ഡ് ആണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തിനെങ്കിലും കയറി കുറ്റം പറയാൻ നിൽക്കുന്നില്ല. നമ്മുടെ കാര്യം നമ്മുടെ പോക്ക്, നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് മറ്റുള്ളവർക്ക് ചെയ്ത് ആ ഒരു രീതിയിൽ പോകുന്ന ആളാണ്. അതിനനുസരിച്ചുള്ള ഒരു പോസിറ്റിവിറ്റി ആ വ്യക്തിയുടെ ലൈഫിലോട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും, ഫോർ ഷുവർ. സോ നമുക്ക് എല്ലാവരും പോയി ഒരിക്കലും തിരുത്താൻ പറ്റത്തില്ല. നമ്മൾ വിചാരിച്ച രീതിയിൽ എല്ലാവരും മാറണമെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ദ ഓൺലി തിങ് ദാറ്റ് വി ക്യാൻ ചേഞ്ച് ഇസ് അവർ സെൽഫ്. അതായത് അവരങ്ങനെ പറയുന്നത് അവരുടെ ഒരു എന്താ പറയാ ക്യാരക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ വന്ന സാഹചര്യങ്ങളായിരിക്കാം. ലെറ്റ് ദം. വി കാൻ ചേഞ്ച് എവരി വൺ. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന നമ്മളെ മാത്രമാണ്. നമ്മുടെ സറൗണ്ടിങ്ങിനെയോ നമ്മൾ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരെയോ ഒന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ റിയാക്ഷൻ മാത്രമാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഇത് ഞാൻ ഇനിയും ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല ഈ കാര്യങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിൽ PhD എടുത്തുകൊണ്ടും അല്ല ഞാൻ ഇത് പറയുന്നത്. ഞാൻ അപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്യുന്നതല്ല എന്നോട് ഷെയർ ചെയ്യുന്നത്. പലരും ഞാൻ കമന്റിനകത്ത് കണ്ടതാണ്, നീ വലിയ മോട്ടിവേഷൻ സ്പീക്കർ ആണ്. ഞാൻ ആരും അല്ല. ഐ എം ജസ്റ്റ് ഡോക്യുമെന്റിങ് മൈ ജേർണി, ഐ എം ജസ്റ്റ് ഷെയറിങ് മൈ തോട്ട്സ്, ഐ എം ജസ്റ്റ് എന്താ പറയുക, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഡെയിലി ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഡോക്യുമെന്റ് ചെയ്ത്, അല്ലെങ്കിൽ ത്രൂ മൈ വേർഡ്സ്, ത്രൂ മൈ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ ആരും ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ ഞാൻ പറഞ്ഞ എന്റെ എത്രത്തോളം ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള സൈഡ് തന്നെയാണ് എന്റെ ഈ ഒരു ചാനലിലൂടെ ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ ആയിരിക്കും കാണിക്കുന്നത്. ഐ വാണ്ട് ടു ഡെവലപ്പ് മൈ സെൽഫ് ഇൻ ടു എ ബെറ്റർ ലെവൽ. ഐ വാണ്ട് ടു ഇൻ ഫൈനാൻഷ്യലി, ഇമോഷണലി, ഫിസിക്കലി, മെന്റലി, റിലേഷൻഷിപ്പ് വൈസ് എനിക്ക് എന്നെ ബെറ്റർ ആക്കണം. ആ ഒരു എന്നെ ബെറ്റർ ആക്കാനായിട്ട് ഞാൻ മാത്രം വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യും, പല എക്സ്ക്യൂസ് പറഞ്ഞ് ചെയ്യാതിരിക്കും. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് ഞാൻ അതൊക്കെ എസ്കേപ്പ് ചെയ്യാനുള്ള ഡോർ ആയിട്ടാണ് കാണുന്നത്. ഞാൻ വീഡിയോസ് ഇടുന്നതിലൂടെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അങ്ങനെ ലേസി ആയിട്ടിരിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. എനിക്ക് ഇത്രയും ആൾക്കാർക്ക് ആൻസറബിൾ ആണ് ഞാൻ. അതിനുവേണ്ടി മാത്രമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നത് തന്നെ. അതിലൂടെ എനിക്കൊരു ഫൈനാൻഷ്യൽ ഗ്രോത്തോട് എനിക്കറിയാം. അതിലൂടെ ഫൈനാൻഷ്യലി കണ്ടന്റ് ക്രിയേഷൻ അത്രയും സ്കോപ്പ് ഉണ്ടെന്നും അതിലൂടെ അത്രയും ഫൈനാൻഷ്യലി ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എനിക്കറിയാം. ഇഫ് വി ആർ കൺസിസ്റ്റന്റ്, ഒരു 9 to 5 ജോബിനെ പോലെ തന്നെ നമ്മൾ ഇതിനെ കണ്ട് അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ എഫേർട്ട് ഇടുകയാണെങ്കിൽ അതിനും ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് എനിക്കറിയാം. അല്ലാതെ അത് ഒട്ടും ബോധമില്ലാതെ ഞാൻ വെറുതെ എന്നെ ഗ്രോ ചെയ്യാൻ വേണ്ടി ഇടുന്നു അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്. ഞാൻ എന്റെ ആ ഒരു ജേർണി ഡോക്യുമെന്റ് ചെയ്ത് ഇടുന്നു, അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടുന്നു. അറ്റ് ദ എൻഡ് എനിക്കൊരു ഫൈനാൻഷ്യൽ ഒരു ഗ്രോത്ത് വരാൻ ഞാൻ വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ആ ഒരു രീതിയിൽ അല്ലാതെ എനിക്ക് എല്ലാം അറിഞ്ഞിട്ട് ഞാൻ അങ്ങനെ വന്ന് ഷെയർ ചെയ്യാമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ എന്റെ ഏത് വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അറിയാനും പറ്റുന്ന ഒരു കാര്യമായിരിക്കും. സോ അത് അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും ഐ തിങ്ക് സോ ഇത്രയും പേര് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതായിക്കോട്ടെ, ഫോളോ ചെയ്തായിക്കോട്ടെ, ഞാനായിട്ട് തന്നെ നിൽക്കുന്നത് പറയുന്ന കാര്യങ്ങളായിക്കോട്ടെ. ഇപ്പൊ എനിക്ക് ഭയങ്കര വീക്ക് ആയിട്ട് അങ്ങനെ തന്നെ പറയും. ഞാൻ പറയില്ല, ഇന്നലെ വന്ന കമന്റ് വന്നിട്ട് മൈൻഡ് ഭയങ്കര ട്രിഗേർഡ്. ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്.
ടോട്ടലി മൈ ഡേ വാസ് ഓഫ് ബിക്കോസ് ഞാൻ പീരീഡ്സ് ആയിരുന്ന ടൈം കൂടിയായിരുന്നു. ബട്ട് സ്റ്റിൽ അതാ നമുക്ക് ഓവർ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് വിടുക, അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ അതാ ഞാൻ റിപ്പീറ്റ് ചെയ്ത് നമ്മളെ മാത്രം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, നമ്മുടെ റിയാക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വേണ്ടി ലോകം ചേഞ്ച് ആകാൻ പോകുന്നില്ല, നമുക്ക് വേണ്ടി ആൾക്കാർ ചേഞ്ച് ആകാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ചേഞ്ച് ആയല്ലോ, ഈ ബാക്കിയൊക്കെ ചേഞ്ച് ആയ പോലെ നമുക്ക് റിഫ്ലക്ട് ആവും. ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് വാട്ട് യു ഫീൽ ഇൻസൈഡ്, ഹൗ യു തോട്ട് ഇൻ യുവർ മൈൻഡ്, ദാറ്റ്സ് ഇറ്റ്. അത് ചേഞ്ച് ആയാൽ ബാക്കി എല്ലാം നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും ഫോർ ഷുവർ. ഞാൻ എന്താ പറഞ്ഞാൽ, ഞാൻ ഈ വീഡിയോയിലൂടെ ഓരോ കാര്യം ഷെയർ ചെയ്യാനുള്ളൂടെ ഞാൻ എന്റെ ബ്രെയിനിലൂടെ ഒന്ന് റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ കേട്ടിട്ടില്ലേ, നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ വേറെ ആൾക്കും കൂടി പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ആ കാര്യം ഒന്നുകൂടി നമ്മുടെ മൈൻഡിൽ റീസ്റ്റോർ ആവുന്ന കാര്യം, അല്ലെങ്കിൽ കുറച്ചുകൂടി റിമൈൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇതേപോലെ തന്നെയാണ് എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഈ കാര്യം എനിക്ക് ഒന്നുകൂടി റിമൈൻഡ് ആവണം. ചില സമയം ഞാൻ എന്റെ വീഡിയോ തന്നെ എടുത്ത് കാണലുണ്ട്, ചില ടോപ്പിക്സും കാര്യങ്ങളൊക്കെ, ഫെയ്ത്ത്, സ്റ്റേ സ്ട്രോങ് എന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, എടുത്ത് കാണലുണ്ട് ഇടയ്ക്ക്. സോ യാ, ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ ടു ഹാൻഡിൽ നെഗറ്റിവിറ്റി. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.